താലത്തിൽ നിന്നുമെടുത്ത സിന്ദൂരം കൊണ്ട് രുദ്രൻ ശ്രീയുടെ സിന്ദൂരരേഖ ചോപ്പിക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ ചെറുതായി ഇറനണിഞ്ഞു. രുദ്രന്റെ ചുണ്ടുകൾ അത്രമേൽ പ്രണയത്തോടെ ശ്രീയുടെ നെറ്റിയിൽ അമർന്നു. ശ്രീ രുദ്രനെ പുണർന്നുകൊണ്ട് അവന്റെ നെഞ്ചുരം ചേർന്നു. രുദ്രന്റെയും ശ്രീയുടെയും കണ്ണുകൾ കരയെ ചുംബിച്ചു കകലുന്ന തിരമാലയിലായിരുന്നു. കടലും കരയും തമ്മിലുള്ള പ്രണയത്തോളം മനോഹരമായ പ്രണയം ഈ പ്രപഞ്ചത്തിൽ മറ്റെന്തുണ്ട്? കരയിൽ നിന്നും അകന്നു മാറി നിമിഷങ്ങൾക്കകം വീണ്ടും കരയെ തേടിയെത്തുന്ന തിരമാല. അവരുടെ പരിഭവത്തിനും പിണക്കങ്ങൾക്കും ആയുസ് കുറവാണ്. ഭദ്രേ. ആ നീലസാഗരത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ശ്രീ മൂളി. രുദ്രൻ ശ്രീയെ തന്നിൽ നിന്നും അടുത്തു മാറ്റിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. രുദ്രന്റെ കണ്ണുകളിലെ പ്രണയം താങ്ങാനാവാതെ ശ്രീ അവനിൽ നിന്നും നോട്ടം മാറ്റി. രുദ്രൻ ചിരിയോടെ ശ്രീയുടെ കൈയും പിടിച്ച് റിസോർട്ടിനുള്ളിലേക്ക് നടന്നു. അവിടെ അവർക്കായി ബുക്ക് ചെയ്ത റൂമിലേക്ക് രുദ്രൻ ശ്രീയെ കൂട്ടിക്കൊണ്ടുപോയി. ശ്രീയാണ് ആദ്യം റൂമിലേക്ക് കയറിയത്. ശ്രീയുടെ കണ്ണുകൾ വിടരുന്നതിനൊപ്പം ശരീരം എന്തിനോ വിറകൊണ്ടു. പുറകിൽ രുദ്രന്റെ സാമീപ്യം അറിഞ്ഞിട്ടും ശ്രീ അവന് നേരെ തിരിഞ്ഞു നോക്കിയില്ല. രുദ്രന്റെ കൈകൾ ശ്രീയുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞു. ശ്വാസമെടുക്കാൻ പോലും ശ്രീ മറന്നുപോയി. ഭദ്രേ. ശ്രീയുടെ തോളിൽ താടി നിന്നുകൊണ്ട് രുദ്രൻ വിളിച്ചു. കഴുത്തിൽ പതിക്കുന്ന രുദ്രന്റെ ശ്വാസത്തിന്റെ ചൂടിൽ ശ്രീ മൂളാൻ പോലും മറന്നുപോയി. ഭദ്രേ. ശ്രീയുടെ മറുപടി ഇല്ലാതെ ആയതും അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് വിളിച്ചു. കണ്ണേട്ടാ. ഇടർച്ചയോടെ തൻ്റെ ഇടുപ്പിൽ ചുറ്റിവരിഞ്ഞ രുദ്രന്റെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് ശ്രീ വിളിച്ചു. ഒരിക്കൽ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചതാ നിന്റെ മനസ്സും ശരീരവും. ഈ നിമിഷം നീയും എന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും സമ്മതം ചോദിക്കുവാ ഞാൻ. എൻ്റെ പ്രണയം കൊണ്ട് എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിക്കോട്ടെ ഞാൻ എൻ്റെ ഭദ്രക്കുട്ടിയെ. രുദ്രന്റെ നേർത്ത ശബ്ദത്തിൽ ശ്രീയുടെ ശരീരം വിറച്ചുപോയി. രുദ്രന്റെ കൈക്ക് മുകളിലിരുന്ന കൈകൾ താനെ അയഞ്ഞു. തന്നോട് ചേർത്ത് നിർത്തിയവളുടെ വിറയൽ രുദ്രന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. രുദ്രന്റെ കൈകൾ ശ്രീയുടെ ഇടുപ്പിൽ നിന്നും അയഞ്ഞു. രുദ്രൻ ശ്രീയിൽ നിന്നും അകന്നു നിന്നു. ശ്രീ രുദ്രനെ തിരിഞ്ഞു നോക്കി. നിന്റെ സമ്മതമില്ലാതെ ഞാൻ നിന്റെ വിരൽത്തുമ്പിൽ പോലും മറ്റൊരർത്ഥത്തിൽ സ്പർശിക്കില്ല ഭദ്രേ. ചെല്ല്, പോയി കിടന്നു. ശ്രീയോട് പറഞ്ഞുകൊണ്ട് രുദ്രൻ ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇട്ടിരുന്ന ബീൻ ബാഗിലേക്ക് ഇരുന്നു കൊണ്ട് രുദ്രൻ തൻ്റെ കണ്ണുകൾ അടച്ചു. മടിയിലെന്തോ ഭാരം അനുഭവപ്പെട്ടാണ് രുദ്രൻ കണ്ണു തുറന്നത്. എന്തേ, ഉറങ്ങിയില്ലേ? തൻ്റെ മടിയിൽ ചെറുപുഞ്ചിരിയോടെ ഇരിക്കുന്ന ശ്രീയെ നോക്കി രുദ്രൻ ചോദിച്ചു. മറുപടി പറയാതെ ശ്രീ രുദ്രന്റെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ചെറുതായി രുദ്രന്റെ ചുണ്ടുകളെ നുണഞ്ഞു വിട്ടു. ഭദ്രേ. ശ്രീ തൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചതും രുദ്രൻ ഇടർച്ചയോടെ ശ്രീയെ വിളിച്ചു. എനിക്ക് എൻ്റെ കണ്ണേട്ടൻ്റെ മാത്രമായി ജീവിക്കാൻ കൊതി തോന്നുന്നു. രുദ്രന്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് ശ്രീ പറയുമ്പോൾ രുദ്രൻ അവളെ വരിഞ്ഞു മുറുക്കിയിരുന്നു. ഞൊടിയിടയിൽ രുദ്രൻ ശ്രീയെ എടുത്തുയർത്തി റൂമിലേക്ക് നടന്നു. കാലുകൊണ്ട് ബാൽക്കണി ഡോർ തള്ളി അടച്ചു. ശ്രീ രുദ്രന്റെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു. രുദ്രൻ ശ്രീയെ ബെഡിലേക്ക് കിടത്തി. ആ നിമിഷമാണ് രുദ്രൻ ശ്രീയുടെ ഡ്രസ് ശ്രദ്ധിക്കുന്നത്. ഇട്ടിരിക്കുന്ന ലഹങ്കയ്ക്ക് പരം പിങ്ക് കളർ ബാത്റൂമാണ് ഇപ്പോൾ ശ്രീ ധരിച്ചിരിക്കുന്നത്. അതും മുട്ടിനൊപ്പം മാത്രം ഇറക്കമുള്ളത്. ഭദ്രേ. ഉമിനീറിറക്കി രുദ്രൻ അറിയാതെ വിളിച്ചുപോയി. ശ്രീ രുദ്രൻ നേരെ കൈവിടർത്തിയതും രുദ്രൻ അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് ശ്രീയുടെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു. ശ്രീയുടെ ചുണ്ടുകളെ നുണഞ്ഞതിനൊപ്പം രുദ്രൻ തൻ്റെ കാലിനാൽ ശ്രീയുടെ നഗ്നമായ കാലുകളെ തഴുകിക്കൊണ്ടിരുന്നു. ശ്രീയും തിരിച്ച് രുദ്രനെ ചുംബിക്കാൻ തുടങ്ങി. ചുണ്ടുകളിൽ നിന്നും നാവിലേക്ക് ചുംബനം വഴിമാറി. ഒരു നിമിഷം ശ്രീയൊന്ന് പൊള്ളിപ്പിടഞ്ഞു. ശരീരമകെ തണുത്തുറഞ്ഞ പോലെ. രുദ്രനേക്കാൾ ആവശ്യത്തോടെ ശ്രീ അവൻ്റെ നാവിനെ ചുംബിച്ചുകൊണ്ടിരുന്നു. ശ്രീക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ രുദ്രൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവളിൽ നിന്നും അടർന്നു മാറി ബെഡിൽ എഴുന്നേറ്റിരുന്നു. ശ്രീ രുദ്രനെ സംശയത്തോടെ നോക്കുമ്പോഴേക്കും ഇട്ടിരുന്ന കുർത്ത ഊരി രുദ്രൻ നിലത്തേക്കിട്ടിരുന്നു. ഒപ്പം ബെഡിന്റെ സൈഡിൽ കണ്ട ഒരു ചരടിൽ പിടിച്ച് ശക്തിയോടെ വലിച്ചതും ബെഡിൽ 4 സൈഡിലുമായി ബന്ധിപ്പിച്ചിരുന്ന കർട്ടൻ അഴിഞ്ഞു വീണ് അവർക്ക് മറ തീർത്തു. രുദ്രൻ ശ്രീയെ നോക്കി കണ്ണു ചിമ്മി കാട്ടിക്കൊണ്ട് വീണ്ടും ശ്രീയുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറി. ഒപ്പം തന്നെ ബാത്റൂമിന്റെ കെട്ടുമഴിച്ച് മാറ്റിയിരുന്നു. പരസ്പരം മറന്ന് ഇരുവരും ചുംബിച്ചു മത്സരിക്കുമ്പോൾ രുദ്രന്റെ കൈകൾ ശ്രീയുടെ ശരീരത്തിൽ അലഞ്ഞു തുടങ്ങിയിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഇരുവരും പൂർണ്ണ നഗ്നരായി. പൂവിൽ നിന്നും തേൻ നുകരുന്ന വണ്ടിനെ പോൽ അത്ര മൃദുലമായി രുദ്രന്റെ ശ്രീയുടെ ഓരോ അണുവിലും ചുണ്ടുകൾ പതിപ്പിച്ചു. ശ്രീയുടെ മൂളിലും കുറുകലും ശിരസിൽ ലഹരിയായി പടരുമ്പോൾ കാമത്തേക്കാൾ രുദ്രനിൽ മുന്നിട്ട് നിന്നത് പ്രണയമായിരുന്നു. പല്ലുകൾ അഴുത്തി രുദ്രൻ ശ്രീയിൽ ഒരു ചെറു നോവ് പോലും തീർത്തില്ല. തഴുകിയും തലോടിയും അവളിലെ പെണ്ണിനെ ഉണർത്തുമ്പോൾ ശ്രീയുടെ വിരലുകൾ രുദ്രന്റെ പുറമേനിയിൽ മുറിവുകൾ തീർത്തു. ഭദ്രേ. വികാരത്തോടെയുള്ള രുദ്രന്റെ വിളിയിൽ ഭദ്രയൊന്ന് മൂളി. പരമാവധി വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്നാലും ചെറിയൊരു വേദന ഉണ്ടാകും. ശ്രീയുടെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. ഒപ്പം തന്നെ അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയിരുന്നു. ശ്രീയുടെ വിളിയിൽ അവളിൽ ചലിച്ചുകൊണ്ടിരുന്ന രുദ്രന്റെ വേഗത കൂടി. ആദ്യത്തെ ചെറുവേദന മാറി സുഖമുള്ളൊരു അനുഭൂതി തന്നിൽ നിറയുന്നത് ശ്രീ അറിഞ്ഞിരുന്നു. തളർച്ചയോടെ തൻ്റെ മാറിൽ ചാഞ്ഞവനെ ശ്രീ പ്രണയത്തോടെ തന്നോട് ചേർത്ത് പിടിച്ചു. കിതപ്പൊന്നടങ്ങിയതും തന്നിൽ നിന്ന് അടർന്നു മാറാൻ ശ്രമിച്ചവനെ
അതിനനുവദിക്കാതെ ശ്രീ തൻ്റെ മാറോടടുക്കി പിടിച്ചു. രുദ്രൻ ഒരു ചിരിയോടെ അവളുടെ മാറിൽ ചേർന്ന് കിടന്നു. രുദ്രനും ശ്രീയും ഒരുമിച്ചുള്ള ഫോട്ടോ നോക്കിയിരിക്കുകയാണ് നിരഞ്ജൻ. മുഴുവൻ അവരുടെ വിവാഹ ഫോട്ടോയും. രുദ്രന്റെ സന്തോഷം നിറഞ്ഞ മുഖം കാണെ നിരഞ്ജന്റെ ചുണ്ടിൽ പുച്ഛമായിരുന്നു. ചേട്ടാ. നിരഞ്ജന്റെ കൂളായുള്ള മുഖഭാവം കണ്ട് നീരവ് വിളിച്ചു. ഈ നീരവ് വില്ലന്റെ അനിയനാണ്. നിരഞ്ജൻ ഒരു ചിരിയോടെ നീരവിനെ നോക്കി. ചേട്ടന്റെ പ്ലാൻ എന്താണ്? അവനിപ്പോൾ സന്തോഷത്തോടെ ഭാര്യയുമായി ജീവിക്കുന്ന കണ്ടില്ലേ? തൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി അമർഷത്തോടെ നീരവ് ചോദിച്ചു. നിരഞ്ജൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. നിരഞ്ജന്റെ ചിരി കണ്ട് നീരവ് സംശയത്തോടെ അവനെ നോക്കി. നീ എന്താണ് നീരവ് നിന്റെ ഏട്ടനെക്കുറിച്ച് കരുതിയിരിക്കുന്നേ? രുദ്രന്റെ സന്തോഷം നിറഞ്ഞ ജീവിതം കണ്ടിട്ടും ഞാൻ അടങ്ങിയിരിക്കുന്നത് എന്താണെന്നല്ലേ നിന്റെ ചിന്ത? രുദ്രദേവ്, എല്ലാവരും പറയുന്നത് പോലെ അവൻ ശരിക്കും ഒരു ഡെവിൾ തന്നെയാണ്. നമ്മൾ എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കിയാലും അവൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ ഇവിടെ അവൻ മൂക്കും കുത്തി വീഴും. നിരഞ്ജൻ പറയുന്നത് കേട്ട് നീരവ് അവനെ സംശയത്തോടെ നോക്കി. ശ്രീഭദ്ര, രുദ്രൻ നെഞ്ചിലേറ്റിയ അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. രുദ്രൻ്റെ അടിവേരി പിഴുതെറിയുന്നത് അവളായിരിക്കും. ചങ്കലേറ്റി കൊണ്ട് നടക്കുന്നവൾ തന്നെ അവൻ്റെ നെഞ്ചു കുത്തിക്കീറും. ചേട്ടാ, പക്ഷേ അവൾ? നീരവ് സംശയത്തോട് ചോദിച്ചു. നിരഞ്ജൻ പിന്നീട് പറയുന്ന കാര്യങ്ങൾ കേട്ട് നീരവിലും സന്തോഷം നിറഞ്ഞു. സന്തോഷിക്കട്ടെ അവൻ. എല്ലാം മറന്ന അവൾ എന്ന പെണ്ണിൽ അടിമപ്പെട്ട് സന്തോഷിക്കട്ടെ, ജീവിക്കട്ടെ അവൻ. എന്നാൽ മാത്രമേ അവൾ നൽകാൻ പോകുന്ന വേദനയിൽ അവൻ പൂർണ്ണമായും തകരൂ. ഒപ്പം വേണം നമ്മൾ അവൻ്റെ മുൻപിലെത്താൻ. ഹൃദയം തകർന്ന വേദനയിൽ ഇരിക്കുന്നവനെ തളർത്താനാണോ പാട്? പക്ഷേ കൊല്ലില്ല അവനെ ഞാൻ. ശ്രീഭദ്ര നൽകുന്ന വേദനയിൽ നീറി നീറി സർവവും തകർന്ന് ജീവിക്കുന്ന രുദ്രദേവിനെ എനിക്ക് കൺകുളിർക്കെ കാണണം. നിരഞ്ജന്റെ മുഖത്ത് ക്രൂരത നിറഞ്ഞ ചിരി വിരിഞ്ഞു. നീരവ്, പൂജയുടെ കാര്യം എന്തായി? പെട്ടെന്നുള്ള നിരഞ്ജന്റെ ചോദ്യം കേട്ടാണ് നീരവ് അവനെ നോക്കിയത്. ആ നിമിഷം നിരഞ്ജന്റെ ക്രൂരത നിറഞ്ഞ ചിരി നീരവിലേക്കും പടർന്നിരുന്നു. പൂജ? ഞാൻ കീ കൊടുത്താൽ ചലിക്കുന്ന വെറും പാവയാണ് അവൾ ഇപ്പോൾ. ഒരിക്കൽ ഹരിയുടെ, രുദ്രന്റെ ഫ്രണ്ടാണ്. എല്ലാവർക്കും അറിയാലോ. സ്നേഹം അവൾ വിശ്വസിക്കില്ല. അതുപോലെ എൻ്റെ വാക്കും തള്ളിക്കളയില്ല. അവൻ്റെ ആത്മാർത്ഥ പ്രണയത്തേക്കാൾ അവൾക്ക് വിശ്വാസം എന്നെയല്ലേ? അന്ന് ആ ഹോട്ടൽ മുറിയിൽ ഞാൻ അവളെ എത്തിച്ച സമയത്ത് തന്നെയാണ് ഹരി അവിടെ എത്തിയത്. നമ്മുടെ പ്ലാനെല്ലാം അവിടെ തീർന്നു എന്നാണ് ഞാൻ കരുതി. പക്ഷേ ആ ഹരി, അവൻ വെറും മണ്ടനാണ്. അവൻ്റെ അതിബുദ്ധിയല്ലേ ഇപ്പോൾ നമുക്ക് ഉപകാരമായത്. നീരവ് അതും പറഞ്ഞ് ഉറക്കെ ചിരിച്ചു. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട നീരവ്, എല്ലാം നമ്മുടെ പ്ലാൻ പോലെ നടക്കണം. രുദ്രൻ്റെയും ശ്രീഭദ്രയുടെയും ജീവിതം നമ്മൾ ഉദ്ദേശിച്ചിടത്തെത്തുമ്പോൾ വേണം ഹരിയുടെ തകർച്ച. അത് അറിഞ്ഞ് തകർന്നിരിക്കുമ്പോൾ ആയിരിക്കണം ശ്രീഭദ്രയിൽ നിന്നും അവനുള്ള അടുത്തടി കിട്ടാൻ. അപ്പോഴേ രുദ്രൻ പൂർണ്ണമായും തകരൂ. രുദ്രന് ഒരു നിമിഷം മുൻപെങ്കിലും ഹരിയെ തകർത്തില്ലെങ്കിൽ ഹരി ഉയർത്തെഴുന്നേൽപ്പിക്കും അവനെ. അതുപോലെ തന്നെ ഹരിയെ രക്ഷിക്കാനുള്ള സമയം പോലും രുദ്രനും കൊടുക്കരുത്. ആ രാത്രി തന്നെ അവർ രുദ്രൻ്റെ തകർച്ച കുറിച്ച് തുടങ്ങിയിരുന്നു. രാവിലെ ശ്രീ കണ്ണു തുറക്കുമ്പോൾ രുദ്രൻ ഉണർന്ന് അവളെ തന്നെ നോക്കി കിടക്കുകയാണ്. പക്ഷേ നോട്ടം തൻ്റെ മുഖത്തേക്കല്ല എന്ന് മനസ്സിലായതും ശ്രീയും രുദ്രൻ്റെ കണ്ണുകളെ പിന്തുടർന്നിരുന്നു. പൂർണ്ണ നഗ്നയാണ് താൻ അവന് മുൻപിൽ കിടക്കുന്നതെന്ന് ശ്രീക്ക് മനസ്സിലായി. അടുത്ത് കിടന്ന ബെഡ്ഷീറ്റ് വലിച്ചിട്ട് പെട്ടെന്ന് അവൾ തൻ്റെ ശരീരം മറച്ചു. രുദ്രൻ ശ്രീയുടെ മുഖത്തേക്ക് നോക്കിയതും പിടപ്പോടെ അവൾ തൻ്റെ കണ്ണുകൾ പിൻവലിച്ചു. ബോധമില്ലാതിരുന്നത് കൊണ്ട് അന്ന് കണ്ടതൊന്നും ഓർമ്മയില്ല. പക്ഷേ ഇപ്പോൾ ഞാനെല്ലാം നല്ല വ്യക്തമായി കണ്ടു കേട്ടോ. കണ്ണേട്ടാ, കുസൃതിയോടെ രുദ്രൻ പറഞ്ഞതും ചിണുങ്ങലോടെ ശ്രീ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. എൻ്റെ പെണ്ണ് ഒരുപാട് സുന്ദരിയാണ് കേട്ടോ. രുദ്രൻ്റെ അടക്കി പിടിച്ച ശബ്ദം കാതിൽ പതിഞ്ഞതും ശ്രീയുടെ പല്ലുകൾ അവൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. ഡി ഭദ്രകാളി! ആ വിളിയോടൊപ്പം രുദ്രൻ ശ്രീ പൊതിഞ്ഞു പിടിച്ച ബെഡ്ഷീറ്റിനുള്ളിലേക്ക് കയറി. വീണ്ടും രുദ്രൻ ശ്രീയിൽ പെയ്തിറങ്ങി. വീണ്ടും ഒരു സംഗമത്തിൻ്റെ ക്ഷീണത്തിൽ രണ്ടുപേരും നിദ്രയെ പുൽകി. ഉച്ചയോടടുത്താണ് രുദ്രൻ ഉണർന്നത്. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചിൽ പതുങ്ങി കിടക്കുന്നവളെ നോക്കി അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ശ്രീയെ ഉണർത്താതെ തന്നെ രുദ്രൻ പതുക്കെ അവളെ ബെഡിലേക്ക് ഇറക്കി കിടത്തി. രുദ്രൻ്റെ ചൂടാകുന്നതും ചെറുതായി ഒന്ന് ചിണുങ്ങിക്കൊണ്ട് ശ്രീ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി. റൂമിൽ ചിതറിക്കിടന്ന ഡ്രസ്സെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് രുദ്രൻ ബാത്റൂമിലേക്ക് കയറി. ഫ്രഷായി ഇറങ്ങി ശ്രീയെ ഒന്ന് നോക്കി ഫോണും എടുത്ത് റൂമിൻ്റെ ഡോറും ചാരി രുദ്രൻ പുറത്തേക്ക് ഇറങ്ങി. രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ടും ശ്രീ ഇതുവരെ ഉണരാത്ത കൊണ്ടും രുദ്രൻ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു. ഭദ്രേ എഴുന്നേക്ക് മോളെ. രുദ്രൻ ശ്രീയെ തട്ടി വിളിക്കാൻ തുടങ്ങി. ഫുഡ് കൊണ്ടുവരുന്നതിന് മുൻപ് ശ്രീയെ ഉണർത്താനുള്ള ശ്രമത്തിലാണ് രുദ്രൻ. ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ കണ്ണേട്ടാ. രുദ്രൻ്റെ വിളി കേട്ടതും ചിണുങ്ങിക്കൊണ്ട് ശ്രീ തിരിഞ്ഞു കിടന്നു. ഇനിയും ശ്രീയെ വിളിച്ചിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് രുദ്രൻ അവളെ തൻ്റെ ഇരു കൈയിലും കോരിയെടുത്തു. ശ്രീ രുദ്രൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് പതിഞ്ഞു. രുദ്രൻ ശ്രീയുമായി ബാത്റൂമിലേക്ക് കയറി. ശ്രീയെ ഷവറിന് താഴെ നിർത്തി രുദ്രൻ ടാപ്പ് ഓൺ ചെയ്തു. ദേഹത്തേക്ക് തണുത്ത വെള്ളം വീണപ്പോഴാണ് ശ്രീക്ക് ബോധം വീണത്. കണ്ണേട്ടാ! തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണതും പെട്ടെന്ന് കണ്ണുകൾ തുറന്നു ശ്രീ രുദ്രനെ അല്പം ദേഷ്യത്തോടെ വിളിച്ചു. സമയം എത്രയായെന്ന വിചാരം? നിന്ന് കിണുങ്ങാതെ വേഗം കുളിച്ചിറങ്ങാൻ നോക്ക് പെണ്ണേ. രുദ്രൻ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ശ്രീക്ക് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്തു കൊടുത്തു. ശ്രീ കുളിക്കുമ്പോൾ ഫുഡ് വന്നിരുന്നു. കണ്ണേട്ടാ, എനിക്ക് വിശക്കുന്നു.
രണ്ടുപേർക്ക് കഴിക്കാൻ ഫുഡ് എടുത്ത് വെച്ച് ശ്രീയെ വിളിക്കാൻ വന്ന രുദ്രനോട് വയറും തടവിക്കൊണ്ട് ശ്രീ പറഞ്ഞു, വാ. ശ്രീയുടെ എക്സ്പ്രഷൻ കണ്ട് ഒരു ചിരിയോടെ രുദ്രൻ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ശ്രീയെ ഡൈനിങ് ടേബിളിനരികെ ഇരുത്തി രുദ്രൻ തന്നെ പോയി രണ്ടുപേർക്കുമുള്ള ഫുഡ് എടുത്തു കൊണ്ടുവന്നു. രുദ്രൻ തന്നെ ബിരിയാണി 2 പാത്രങ്ങളിലായി വിളമ്പി ഒന്ന് ശ്രീയുടെ മുൻപിലേക്ക് വെച്ചു. ശ്രീ അതുപോലെ തന്നെ ആ പാത്രം രുദ്രൻ്റെ മുൻപിലേക്ക് നീക്കി വെച്ചു കൊടുത്തു. രുദ്രൻ മുഖമുയർത്തി സംശയത്തോടെ ശ്രീയെ നോക്കുമ്പോഴേക്കും ചിരിയുടെ രുദ്രന് മുൻപിൽ ശ്രീ വാ തുറന്നു കാട്ടി. ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ തന്നെ രുദ്രൻ ശ്രീക്ക് ബിരിയാണി വാരിക്കൊടുത്തു. ഒപ്പം രുദ്രനും കഴിച്ചെഴുന്നേറ്റു. നാളെ തന്നെ കേരളത്തിലേക്ക് തിരികെ പോകും എന്ന് രുദ്രൻ ശ്രീയോട് പറഞ്ഞിരുന്നു. ഉച്ച കഴിഞ്ഞ് രുദ്രൻ ശ്രീയെ കൂട്ടിക്കൊണ്ട് പുറത്തൊക്കെ ഒന്ന് കറങ്ങി. രാത്രി ഫുഡും കഴിച്ചാണ് രണ്ടുപേരും തിരിച്ചെത്തിയത്. രാവിലത്തെ ഫ്ലൈറ്റിന് തന്നെ രുദ്രനും ശ്രീയും കേരളത്തിൽ തിരിച്ചെത്തി. തനിക്ക് വേണ്ടി ഒരുങ്ങുന്ന ചതിയറിയാതെ ശ്രീയുമൊത്തുള്ള സന്തോഷപൂർണ്ണമായ ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോൾ രുദ്രൻ അറിഞ്ഞിരുന്നില്ല താൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവൾ ആ ഹൃദയം തകർത്തെറിയുമെന്ന്. രുദ്രൻ്റെ ഇടത് കൈയിൽ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്ന് ഓഫീസിലേക്ക് നടന്നു വരുന്ന ശ്രീയിലായിരുന്നു എല്ലാവരുടെയും കണ്ണ്. പലരും അസൂയോടെയും മറ്റു പലർ നിറഞ്ഞ സന്തോഷത്തോടെയും ആ കാഴ്ച നോക്കി നിന്നു. ശ്രീയുടെ മുഖത്തെ സന്തോഷത്തേക്കാൾ എല്ലാവരും നോക്കി നിന്നത് രുദ്രൻ്റെ നിറഞ്ഞ ചിരിയിലേക്കായിരുന്നു. ഓഫീസിൽ തീർത്തും ഗൗരവക്കാരനായവൻ, മുഖത്തൊരു ചെറു പുഞ്ചിരി പോലും ഇതുവരെ ആരും രുദ്രനിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് രുദ്രൻ്റെ ചിരിക്കും ആ മുഖത്തെ തിളക്കത്തിനും ഒരേ ഒരു പേരേയുള്ളൂ, ശ്രീഭദ്ര. രുദ്രൻ്റെ പുതിയ PA ചാർജ് എടുത്തിട്ടുണ്ട് നിത്യ. തൻ്റെ സീറ്റിലിരുന്ന് വർക്ക് ചെയ്യുമ്പോഴും ശ്രീയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് രുദ്രൻ്റെ ക്യാബിൻ ഡോറിലേക്ക് നീണ്ടു പോകുന്നുണ്ട്. ഇടയ്ക്ക് ഡോർ വരെ പോയി നോക്കും. വീണ്ടും തൻ്റെ സീറ്റിൽ വന്നിരിക്കും. മുട്ടയിടാൻ നടക്കുന്ന കോഴിയെപ്പോലുള്ള ശ്രീയുടെ ഭാവം കാണുമ്പോൾ ഫൗസിയും പ്രവിയും ആക്കി ചിരിക്കും. രണ്ടിനെയും ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ശ്രീ വീണ്ടും തൻ്റെ വർക്ക് തുടർന്നു. ലഞ്ച് ബ്രേക്കിന് പോലും രുദ്രനും നിത്യയും ക്യാബിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൂടി ആയതും ശ്രീ പിന്നെ ഒന്നും നോക്കാതെ ചവിട്ടിത്തുള്ളി രുദ്രൻ്റെ ക്യാബിനിലേക്ക് പോയി. ശ്രീയുടെ പോക്ക് കണ്ട് ഒരു ചിരിയോടെ ഫൗസിയും പ്രവിയും ക്യാൻറ്റീനിലേക്ക് പോയി. പുതിയ വില്ല പ്രൊജക്റ്റിൻ്റെ തിരക്ക് പിടിച്ച വർക്കിലാണ് രുദ്രൻ. പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ മിസ്റ്റേക്ക് തിരുത്തുകയാണ് രുദ്രനും നിത്യയും. രുദ്രൻ്റെ ചെയറിനോട് ചേർന്ന് നിന്ന് അവൻ്റെ തോളിലേക്ക് മുഖം അല്പം അടുപ്പിച്ചു വെച്ച് രുദ്രൻ്റെ സിസ്റ്റത്തിലേക്ക് നോക്കിയാണ് നിത്യയുടെ നിൽപ്പ്. സിസ്റ്റത്തിൽ നിന്ന് മുഖമുയർത്താതെ വർക്കിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന രുദ്രൻ നിത്യയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒന്നും കണ്ടിരുന്നില്ല. ക്യാബിൻ ഡോർ തള്ളി തുറന്ന് ഉള്ളിലേക്ക് വന്ന ശ്രീ ഈ കാഴ്ചയാണ് കാണുന്നത്. രുദ്രൻ ശ്രീയെ കണ്ടിട്ടില്ലെങ്കിലും നിത്യ വ്യക്തമായി തന്നെ ശ്രീയെ കണ്ടിരുന്നു. രുദ്രനോട് സംശയം ചോദിക്കുന്ന പോലെ അല്പം കൂടി കുനിഞ്ഞ് രുദ്രനോട് ഒട്ടി നിന്നിരുന്നു നിത്യ. ശ്രീ കാറ്റുപോലെ പാഞ്ഞു വന്ന് രുദ്രൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. ശ്രീയുടെ പ്രവൃത്തിയിൽ ഒരു നിമിഷം രുദ്രൻ പകച്ചുപോയി. കൂർപ്പിച്ചു വെച്ച ചുണ്ടും വീർപ്പിച്ചു വെച്ച കവിളുമായി തന്നെ നോക്കിയിരിക്കുന്നവളെ കാണേ ഒരു കൊച്ചുകുട്ടിയോടെന്ന പോലെ രുദ്രന് അവളോട് വാത്സല്യം തോന്നി. ചെറുചിരിയോടെ തന്നെ രുദ്രൻ ശ്രീയുടെ മൂക്കിന് തുമ്പിൽ ചെറുതായി ഒന്ന് തട്ടി. രുദ്രൻ്റെ കൈകൾ പരിഭവത്തോടെ തട്ടിമാറ്റിക്കൊണ്ട് ശ്രീ രുദ്രൻ്റെ ചുണ്ടിൽ അമർത്തി കടിച്ചു വിട്ടു. നിത്യ, താൻ പോയിക്കോ, ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. ശ്രീയെ നോക്കി കുറുമ്പോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് രുദ്രൻ നിത്യയോട് പറഞ്ഞു. രുദ്രനെയും ശ്രീയെയും നോക്കി ഒന്ന് ചിരിച്ച ശേഷം നിത്യ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവളിൽ നിറഞ്ഞു നിന്ന ചിരി ആ നിമിഷം പുച്ഛമായി മാറി. നിത്യയുടെ ഫോണിൽ നിന്നും നിരഞ്ജൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പോയി. ആ മെസ്സേജ് സീൻ ചെയ്ത നിരഞ്ജൻ്റെ ചുണ്ടിലുമുണ്ടായിരുന്നു പുച്ഛം നിറഞ്ഞൊരു ചിരി. എന്താണ് എൻ്റെ ഭദ്രക്കുട്ടിക്ക്, കുശുമ്പാണോ? നിത്യ ക്യാബിന് പുറത്തേക്ക് ഇറങ്ങിയതും ശ്രീയുടെ ഇടുപ്പിലൂടെ കൈചുറ്റി പിടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു. അല്ല, എനിക്കറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങളാരാ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സെക്കൻഡ് പാർട്ടോ? വഴിയെ പോകുന്നവന്മാരുടെ എല്ലാം ഒലിപ്പീര് കണ്ടാൽ തോന്നും ഈ ലോകത്ത് ആണായിട്ട് നിങ്ങളേ ഉള്ളൂ എന്ന്. പരിഭവവും ദേഷ്യവും നിറഞ്ഞിരുന്നു ശ്രീയുടെ ആ ചോദ്യത്തിൽ. എനിക്ക് ഇച്ചിരി സൗന്ദര്യം കൂടിപ്പോയതിന് ഞാൻ എന്ത് ചെയ്യാനടി? കുസൃതി ഒളിപ്പിച്ച ചിരിയോടെ രുദ്രൻ ചോദിക്കുമ്പോൾ ശ്രീയുടെ പല്ലുകൾ അവൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. രുദ്രൻ്റെ കൈകൾ ശ്രീയുടെ ഇടുപ്പിൽ അമർന്നു. ഭദ്രേ. ചിലമ്പിച്ച ശബ്ദത്തോടെ രുദ്രൻ വിളിക്കുമ്പോൾ ഒരു മൂളലോടെ ശ്രീ രുദ്രൻ്റെ നെഞ്ചിൽ നിന്നും പല്ലുകളകത്തി അവിടെ അമർത്തി ചുംബിച്ചു. രുദ്രൻ്റെ നെഞ്ചിൽ നിന്നും ശ്രീ മുഖമുയർത്തി അവനെ നോക്കിയ നിമിഷം തന്നെ രുദ്രൻ ശ്രീയുടെ ഇരു ചുണ്ടുകളെയും ഒരുപോലെ കവർന്നെടുത്തു. രണ്ടുപേരും ആവശ്യത്തോടെ പരസ്പരം ചുംബിക്കുമ്പോൾ രുദ്രൻ ശ്രീയെ അങ്ങനെ തന്നെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ഓഫീസിനുള്ളിലെ തൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് കയറി. ശ്രീയുടെ ചുണ്ടുകളെ മോചിപ്പിച്ച് അവളെ ബെഡിലേക്ക് എടുത്തിക്കൊണ്ട് രുദ്രൻ ആ റൂമിൻ്റെ ഡോർ ക്ലോസ് ചെയ്തു വരുമ്പോൾ ഇരുവരിലും തങ്ങളുടെ പ്രണയം പരസ്പരം പകർന്നു നൽകാനുള്ള ആവേശമായിരുന്നു. തനിക്ക് നേരെ കൈകൾ വിടർത്തിയവളിലേക്ക് അമരുമ്പോൾ അവനിൽ നിറഞ്ഞുനിന്ന പ്രണയം അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചിരുന്നു. വീണ്ടും ഒന്നിച്ചൊരു പ്രണയസാഗരത്തിൽ അവർ ഇരുവരും മുങ്ങി നിവർന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങൾക്ക് വഴിമാറുമ്പോൾ രുദ്രൻ്റെയും ശ്രീയുടെയും ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. കാണുന്നവരിൽ ആരിലും അസൂയ ജനിപ്പിക്കുന്ന വിധം രുദ്രൻ്റെയും ശ്രീയുടെയും പ്രണയം കൂടുതൽ മികവോടെ തിളങ്ങി നിന്നു. നിത്യയും ശ്രീയും ഇപ്പോൾ നല്ല ഫ്രണ്ട്സാണ്. രുദ്രൻ്റെ ബാംഗ്ലൂരിലെ ഓഫീസിൻ്റെ പണി ഏകദേശം തീരാറായി. ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റ് എല്ലാം വിജയം കൈവരിച്ചുകൊണ്ട് രുദ്രൻ ബിസിനസ് വേൾഡിൽ തിളങ്ങി നിൽക്കുകയാണ്. ശ്രീക്ക് 2 ദിവസം കൊണ്ട് ആകെ ഒരു അസ്വസ്ഥത പോലെ തോന്നി.
ഈ 2 ദിവസവും ശ്രീ ഓഫീസിലേക്ക് പോയിട്ടില്ല. രുദ്രൻ ഇടയ്ക്കിടയ്ക്ക് ശ്രീയെ വിളിച്ച് അവൾക്ക് എങ്ങനെയുണ്ട്, ഹോസ്പിറ്റൽ പോകണമെന്ന് തിരക്കിക്കൊണ്ടിരിക്കും. രാവിലെ രുദ്രൻ ഓഫീസിലേക്ക് പോയതും ശ്രീ തൻ്റെ ബാഗിലിരുന്ന പ്രഗ്നൻസി കിറ്റ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി. അതിൽ തെളിഞ്ഞു കാണുന്ന 2 വരികൾ കാണെ ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. കൈകൾ വയറിനെ തഴുകുമ്പോൾ അവളുടെ ശരീരം ഒന്നാകെ വിറച്ചുപോയി. സന്തോഷിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥ. രുദ്രനെ വിളിക്കാനായി ഫോൺ എടുത്തെങ്കിലും പിന്നീട് എന്തോ ഓർത്ത പോലെ ശ്രീ ഫോൺ തിരികെ വെച്ചു. രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് രുദ്രൻ വീട്ടിലെത്തിയത്. ശ്രീ രുദ്രനെ കാത്ത് ഉറങ്ങാതെ ഇരിപ്പുണ്ടായിരുന്നു. രുദ്രൻ വന്ന് ഫ്രഷായി 2 പേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ച് റൂമിലേക്ക് പോയി. ശ്രീ ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കയ്യിൽ പ്രഗ്നൻസി കാർഡും പിടിച്ച് കണ്ണു നിറച്ചിരിക്കുന്ന രുദ്രനെയാണ് കണ്ടത്. പില്ലോയുടെ അടിയിൽ ആ പ്രഗ്നൻസി കാർഡ് വെക്കുമ്പോൾ ശ്രീക്ക് അറിയാമായിരുന്നു രുദ്രൻ അത് കാണുമെന്ന്. ശ്രീ രുദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചതും ഞെട്ടലോടെ രുദ്രൻ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി. ഭദ്രേ. ശ്രീയുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് വയറിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് രുദ്രൻ കരഞ്ഞു. ശ്രീ രുദ്രൻ്റെ മുഖം പിടിച്ചുയർത്തി അവൻ്റെ കണ്ണുനീർ തുടച്ചു നീക്കിക്കൊടുത്തു. സന്തോഷത്തോടെ രുദ്രൻ ശ്രീയുടെ വയറുഭാഗത്തു നിന്നും ടോപ്പ് നീക്കി അവളുടെ വയറിൽ ചുംബിച്ചു. രുദ്രൻ ആദ്യമായി തൻ്റെ കുഞ്ഞിന് നൽകുന്ന സ്നേഹചുംബനം. ശ്രീയെ ശ്രദ്ധയോടെ ബെഡിലേക്ക് കിടത്തി അവളെ തൻ്റെ കൈകളിൽ പൊതിഞ്ഞു പിടിക്കുമ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു രുദ്രനിൽ. ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് കരുതിയ നിമിഷങ്ങൾ. താനൊരു അച്ഛനാകാൻ പോകുന്നു, തൻ്റെ പ്രണയത്തിൻ്റെ അംശം. ശ്രീ ഉറങ്ങി ഏറെ കഴിഞ്ഞിട്ടും ആ രാത്രി രുദ്രന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ശ്രീക്ക് എന്തൊക്കെ മേടിച്ചു കൊടുക്കണം, തൻ്റെ കുഞ്ഞിനായി എന്തൊക്കെ കരുതി വെക്കണം, ജനിക്കാൻ പോകുന്ന തൻ്റെ പൊന്നോമന ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ, കുഞ്ഞ് ജനിച്ച ശേഷം അതിൻ്റെ കളിയും ചിരിയും കരച്ചിലും കുസൃതിയും പിടിവാശിയും അങ്ങനെ തുടങ്ങി ആ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും രുദ്രൻ തൻ്റെ അകക്കണ്ണാൽ കണ്ടു കഴിഞ്ഞു. എത്രയോ തവണ ആ രാത്രി രുദ്രൻ തൻ്റെ കുഞ്ഞിനെ ചുംബിച്ചു. ശ്രീയുടെ നെറ്റിത്തടത്തിലും ഇടതടവില്ലാതെ രുദ്രൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. ഡോക്ടറിൻ്റെ കൺസൾട്ടിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ ശ്രീയേക്കാൾ ടെൻഷൻ രുദ്രനായിരുന്നു. ഡോക്ടർ ശ്രീയുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ രുദ്രൻ്റെ കൈകൾ ശ്രീയുടെ കയ്യിൽ മുറുകി. രുദ്രൻ്റെ ടെൻഷൻ അറിഞ്ഞ പോലെ ശ്രീയുടെ വിരലുകൾ രുദ്രൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചു. ശ്രീക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രുദ്രന് സമാധാനമായത്. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കാണുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് വരുമ്പോൾ സ്കാൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ കുറിച്ചു കൊടുത്ത മെഡിസിനും വാങ്ങി അവർ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. ശ്രീയെ വീട്ടിലാക്കി രുദ്രൻ പുറത്തേക്ക് പോയി. മടങ്ങി വരുമ്പോൾ രുദ്രൻ്റെ കൈ നിറയെ ശ്രീക്ക് വേണ്ടിയുള്ള സാധനങ്ങളായിരുന്നു. ഡോക്ടർ പറഞ്ഞ ഫ്രൂട്ട്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ശ്രീക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. ശ്രീക്ക് വേണ്ട ഓരോ കാര്യങ്ങളും രുദ്രൻ തന്നെ ചെയ്തു കൊടുക്കും. രുദ്രനൊപ്പം ശ്രീ വീണ്ടും ഓഫീസിൽ പോകാൻ ആഗ്രഹം പറഞ്ഞെങ്കിലും രുദ്രൻ അത് വേണ്ടെന്ന് പറഞ്ഞു. രുദ്രൻ ഓഫീസിൽ പോകുമ്പോഴും മറ്റും ശ്രീയുടെ കാര്യം നോക്കാൻ വേണ്ടി ഒരു ചേച്ചിയെ കൂടി വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഓഫീസ് വിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ശ്രീ ഉറങ്ങുന്നതുവരെ രുദ്രൻ പുറകെ തന്നെ ഉണ്ടാകും. ശ്രീ ഉറങ്ങിയതിന് ശേഷമേ അത്യാവശ്യമുള്ള വർക്ക് പോലും രുദ്രൻ ചെയ്യാറുള്ളൂ. മാസങ്ങൾ ഓടി മറയുമ്പോൾ രുദ്രൻ ഒരു അച്ഛനാകാനുള്ള കാത്തിരിപ്പിലാണ്. ശ്രീയുടെ ഉദരത്തിൽ വളരുന്ന തൻ്റെ കുരുന്നു ജീവൻ്റെ മുഖം കാണാൻ അത്രമേൽ കൊതിയോടെ അവൻ കാത്തിരുന്നു.